പുതിയ തലമുറയിലേക്ക് പഴയ പ്രതിഭകളുടെ ജീവിതത്തെ ഒന്ന് വരച്ചിടുക എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. പക്ഷെ ഇവിടെ ചെറിയ സദസ്സാണെങ്കിലും ഈ സദസ്സിനെ ഓർക്കും ഞാൻ അഭിമാനിക്കുന്നു. ശങ്കരാടി ചേട്ടൻ എന്ന് പറയുന്ന അതുപോലുള്ള പ്രതിഭയെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സിനിമയിലെങ്കിലും കടൽ ചെയ്യുന്നവർ പുതിയ തലമുറയിൽ വന്നിട്ടില്ല, വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നസെന്റ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഈ കാലഘട്ടത്തിൽ ഒരു വർഷം മുമ്പ് മരിച്ചു പോയത് അദ്ദേഹത്തിന്റെ മൃതശരീരങ്ങൾ ഇവിടെ എറണാകുളത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഒരുപാട് സിനിമാ പ്രേമികൾ ചെറുപ്പക്കാരൊക്കെ വന്നത്. പക്ഷെ സിനിമാ രംഗത്തുനിന്ന് വിരലിലെണ്ണാവുന്ന യുവതലമുറ മാത്രമേ വന്നുള്ളൂ എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിച്ച കാര്യമാണ്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് പഴയ ആളുകളോടുള്ള പുച്ഛം അവരൊക്കെ കാലഹരണപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നു. അതൊക്കെ ആയിരിക്കും അങ്ങനെ സംഭവം. 1964 പാർട്ടി വന്നപ്പോൾ അദ്ദേഹം അംഗത്വ കാർഡ് തിരിച്ചേൽപ്പിച്ച് പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചു എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തെ കുറിച്ചാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിൽ ആകർഷണമായി അദ്ദേഹം ചെറുപ്പത്തിൽ അതിലേക്ക് വന്നെങ്കിലും 1964 തന്നെ അദ്ദേഹം മനസ്സിലാക്കി ഇനി ആശയത്തിന് നിലനിൽപ്പില്ല, ആശയം മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ജേർണലിസ്റ്റായിരുന്നു. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ബറോഡയിലൊക്കെ പഠിക്കാൻ പോയി. അതിൻ്റെ യാതൊരു ജാടകളുമില്ലാതെ സിനിമയിലെ കഥാപാത്രങ്ങൾ, ഗ്രാമീണ കഥാപാത്രത്തെ കാണണമെങ്കിൽ ആദ്യം നോക്കേണ്ടത് ശങ്കരാടി ചേട്ടനെയാണ്, പിന്നെ കൊടുവള്ളി കൃഷ്ണനെ കുറിച്ചൊക്കെ. ഇത്രയും ലാളിത്യത്തോടെ അഭിനയിക്കുന്നത് എങ്ങനെയാണ് എന്ന് അത്ഭുതത്തോടെ നോക്കുന്നത് ഞാൻ. ഇപ്പോ കുമാരപ്രസാദിന്റെ കഥ പറഞ്ഞു. പട്ടണപ്രവേശം നാടോടിക്കാറ്റുന്ന സിനിമയില് ഇവർക്ക് പശുവിനെ, മോഹൻലാലിനും ശ്രീനിവാസനും പശുവിനെ ഭയങ്കര കറവയുള്ള പശുവാണ്, കൈ എന്ന് കാണിച്ചാൽ ലിറ്ററാണെങ്കിലും 15 പോകും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് അടുത്ത ദിവസം പാല് കിട്ടാതെ വരുമ്പോൾ ശ്രീനിവാസൻ മോഹൻലാലിനെ ദേഷ്യപ്പെട്ട് വിശ്വസിക്കുന്നു. ശ്രീനിവാസൻ സാറിനെ ഇതിന് തന്നോട് ദൈവം ചോദിക്കും. അതിന് പുള്ളിയുടെ ഒരാത്മകഥം പോലും മറുപടി ഉണ്ട്, എന്നെ മൂപ്പട്ടതല്ലേ പണിയും. അതൊരിക്കലും എഴുതി വെച്ച ഡയലോഗ് ആയിരിക്കില്ല. ആ ഗ്രാമീണ കഥാപാത്രത്തിൽ അങ്ങനെ ഒരു സാധനം വന്നു വീഴും. അതായിരുന്നു ശങ്കരാടി ചേട്ടൻ. അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോഴും ടെലിവിഷനോടെ അല്ലെ യൂട്യൂബിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ആ വ്യക്തിയുടെ ചരിത്രം ശ്രീകലാനോടം ഉൾപ്പെടെ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറയേണ്ടത് യുവതലമുറ അദ്ദേഹത്തെ കണ്ടു പഠിക്കുന്ന ചില കാര്യങ്ങൾ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, അദ്ദേഹം പിശുക്കനായി ഹോട്ടൽ റൂമിലേക്ക് ഷൂട്ടിങ് വന്നു കഴിഞ്ഞാൽ ഹോട്ടൽ റൂമിൽ വന്നിട്ട് ഒക്കെ അറിയുമായിരുന്നു. മുണ്ട് പോൽ ഒരു തോർത്ത് എടുത്ത്, തോർത്തല്ലേ പോയി, അത് വലിയ തോർത്തുണ്ട്, അതെടുത്തുകൊണ്ട് ഇങ്ങനെ വരാന്തയിലൂടെ ഉലാത്തുന്ന ഒരു മനുഷ്യൻ. ആ മുണ്ട്, പുതിയ മുണ്ടെടുത്ത് കൊടുത്താൽ അത് മുഷിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ. മദ്യം 2 പേർക്ക് കഴിക്കുന്ന ഒരാൾ. പുള്ളി അത് മേടിച്ച് താമസിക്കുന്ന മുറിയുടെ കട്ടിൻ്റെ അടിയിൽ വെക്കും. എന്നിട്ട് ഇങ്ങനെ വരാതിലൂടെ നടക്കുമ്പോൾ അപ്പുറത്തോട് ഇതിന്റെ കൃഷ്ണാവും സേപ്പോൾ ഉണ്ടാവും. അവിടെ മദ്യമാണെങ്കിൽ അവിടെ കേൾക്കണമെന്നറിയിക്കും. കാരണം ഇത് തീർന്നു പോകില്ല. ഒരിക്കൽ ഞാൻ ഒടുവിലിനോട് ചോദിച്ചു, അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാൻ എനിക്ക് ഒരു മടിയുണ്ട്. ഞാൻ ഒടുവിലിനെ കൃഷ്ണോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അദ്ദേഹം കല്യാണം കഴിക്കാൻ? അത് മനസ്സിലായിട്ടില്ല. ഇല്ല, ഭയങ്കര ചെലവായി, കല്യാണം കഴിച്ച് പിള്ളേരും ഒക്കെ ഉണ്ടായ ഭയങ്കര കാശ് ചെലവാണ്, അതുകൊണ്ടാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഒരു 52 വയസ്സായപ്പോൾ കൂട്ട് വേണമെന്ന് തോന്നി അദ്ദേഹം വിവാഹം കഴിച്ചു. ഇന്ന് ശങ്കരാടിയുടെ ആ സ്വത്തും എല്ലാം ഫസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ജീവിതം ആനന്ദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ അത് പണം ഒരുപാട് ചിലവാക്കി ആർഭാട ജീവിതം നടത്തണമെന്നല്ല, തീരെ ആർഭാടരഹിതവുമാവരുത്. അതുകൊണ്ട് തന്നെ ആ ശീലങ്ങളെ മാറ്റിവെച്ചാൽ ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു, ഒരു തികഞ്ഞ അഭിനേതാവായിരുന്നു, ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഒരു തികഞ്ഞ പത്രപ്രവർത്തകനായിരുന്നു
അക്ഷരങ്ങളെ സ്നേഹിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അവസാനം ഈ ഹോട്ടൽ മുറിയിൽ താമസിക്കുമ്പോൾ ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കയ്യിലുണ്ടാവും. രാത്രിയിൽ അതിലൊരു 20 പേരെങ്കിലും വായിച്ചിട്ട് അദ്ദേഹം കിടക്കുമായിരുന്നു. അങ്ങനെ അക്ഷരങ്ങളെ സ്നേഹിച്ച ആ മനുഷ്യൻ ഈ പുസ്തകോത്സവത്തിൽ ആ മനുഷ്യനെ ഓർക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. അക്ഷരങ്ങളെ സ്നേഹിച്ച ആ മനുഷ്യനെ ഈ വേദിയിൽ തന്നെ ഓർമ്മിക്കാൻ കഴിയുന്നത് ഒരു അസുലഭമായ കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ സംഘാടകർ ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെ ഓർമ്മിക്കാനെടുക്കുന്ന ആ ശ്രമം അത് പാഴായി പോയിട്ടില്ല, അതിനെയും തുടരണം. ഇതുപോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ സിനിമയിൽ നിന്ന് മാത്രമല്ല, സാഹിത്യത്തിൽ നിന്നും മറ്റ് സാംസ്കാരിക രംഗത്തു നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നുമൊക്കെ മഹത് വ്യക്തിത്വങ്ങളെ ഓർമ്മിച്ചെടുക്കാൻ, അവരുടെ ഓർമ്മകൾ പങ്കുവെക്കാൻ അതിനുള്ള സദസ്സിനെയും കൊണ്ടുവരണം, അതിനുള്ള ആൾക്കാരെയും കൊണ്ടുവരണം. അതുകൊണ്ട് ഈ സംഘാടകരോട് വീണ്ടും വീണ്ടും അതേപോലെ നന്ദി പറയുന്നു. ശൈലജ അടിച്ചതിൻ്റെ ഓർമ്മ വയ്ക്കുന്നുണ്ടെങ്കിൽ പ്രണാമം.